തെരുവ് നായ എന്ന് പറയുന്ന ഒരു ജീവി ഒരു ചുമ്മാ ഒരു നായൊന്നും അല്ല. അത് ഏകദേശം ഒരു 10 ലക്ഷത്തോളം തെരുവ് നായകളുണ്ട്. ഇത് മുഴുവൻ നാട്ടുകാർ ഡംപ് ചെയ്തിരിക്കുന്നതാണ്. അല്ലാണ്ട് ഈ തെരുവ് നായ എന്ന് പറയുന്നത് റോഡിൽ ജനിച്ചു വളർന്ന് സർവൈവ് ചെയ്ത് എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ പട്ടി എന്ന് പറയുന്ന ജീവി നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തെരുവിലേക്ക് എഴുതപ്പെട്ടിരിക്കുന്ന ജീവികളാണ്. അത് മുഴുവൻ ഈ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ബ്രീഡേഴ്സാണ്. ഈ ബ്രീഡേഴ്സ് കൺട്രോളിംഗ് ലോസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഗവൺമെന്റ് ആരെ പോയി ഇതേവരെ പൂട്ടിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത് അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് കേരളയാണ്. അവർ ഇന്നവരെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. അതേമാതിരി പെറ്റ് ഷോപ്പുകൾ. അപ്പൊ ഈ ചെറിയ പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ മേടിച്ച് 2 മാസം കഴിഞ്ഞ് പെറ്റിന് ഉപയോഗിക്കുന്നതാണ് ഇവിടുത്തെ തെരുവ് നായ എന്ന് പറയുന്നത്. അതിന്റെ ഒരു നായയുടെ ശരാശരി ആയിട്ട് 12-13 വയസ്സ് മാത്രമായിരിക്കും. അപ്പോ ഇത് ഇനിഷ്യേറ്റ് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക. അതിന് അപ്പൊ ആദ്യം നമ്മുടെ ഈ തെരുവിലേക്കുള്ള ഒഴുക്ക് നിയന്ത്രിക്കുകയാണ് ആദ്യം വേണ്ടത്. അതായത് ഇങ്ങനെയുള്ള പെറ്റ് ഷോപ്പുകൾ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളും കാര്യങ്ങളുണ്ട്, ബ്രീഡേഴ്സിനെ നിയന്ത്രിക്കാനുള്ള. ഇതൊന്നും ഒരാളെ പോലും നിയന്ത്രിച്ചിട്ടില്ല. അത് ഈ തെരുവിലേക്ക് ഈ നായകളെ കൂടുതലായിട്ട് പെരുപ്പിക്കുക എന്നുള്ളൊരു നയം കേരള സർക്കാരിന്റെയാണ്. ഇത് പെരുപ്പ് കഴിയുമ്പോൾ അതിന് പിന്നെ ഉള്ളത് ABC ചെയ്യുക എന്നുള്ളതാണ്. ആ നയം ഇവരെ നടപ്പാക്കിയിട്ടില്ല. ഒരു ജില്ലയിൽ 2 സെന്ററുകളിൽ 2 ബ്ലോക്കുകളിൽ ഇങ്ങനെ പരീക്ഷണാർത്ഥം തുടങ്ങിയിട്ട് 3-4 വർഷമായി. ഈ കുടുംബശ്രീയായിരുന്നു ഇതിനു മുമ്പ് തെരുവുനായ വന്ധീകരണം എന്ന ക്രൂരത എന്ന് പറയുന്ന കാര്യം നടത്തിക്കൊണ്ടിരുന്നത്. ഈ കുടുംബശ്രീയെ നിർത്തിച്ചിരിക്കുന്നത് ഞാൻ തന്നെ കോടതിയിൽ പോയി കഴിഞ്ഞിട്ടാ. അവർക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ലാത്ത സംഘടനയായിരുന്നു. അവരാണ് ഇത് അതായത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഈ തെരുവുനായകളെ നിർമ്മാർജ്ജനം ചെയ്യുക നിർമ്മാർജ്ജനം ചെയ്യുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ത്യ മാതിരി ഒരു രാഷ്ട്രത്തിൽ അത് സാധിക്കില്ല, അല്ലെങ്കിൽ കേരളം മാതിരി സംസ്ഥാനത്ത് സാധിക്കില്ല. പക്ഷേ അത് കൺട്രോൾ ചെയ്യണ്ട. ഇതിനകത്ത് ഇപ്പൊ ഈ കണ്ണൂർ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ 56 പേരൊക്കെ ഒരു നായ കടിച്ചു എന്നുള്ളതൊക്കെ അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണ്. 20-25 പേരൊക്കെ കടിച്ചിട്ടുണ്ടാവും. പക്ഷെ എവിടെ നിന്നാണ് ഈ തെരുവ് നായകൾക്ക് ഇങ്ങനെയുള്ള ഒരു പ്രകോപനം, ഒരു നായ പെട്ടെന്ന് ഒരു പ്രകോപനം ഉണ്ടാകാനുള്ള കാരണം? അത് നിങ്ങളെ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? നായ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനുഷ്യർക്ക് നായക്കാർ കൂടുതൽ കുറച്ച് കാണുന്നത് മനുഷ്യരാ. എങ്ങനെ ഇപ്പൊ മലപ്പുറത്താണ് ഈ 2 മാസം മുമ്പാണ് കടി തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷം കടി ഉണ്ടായില്ല. ഈ കടി ഒരു ഉത്സവം കേരളത്തിൽ നടക്കാറുണ്ട് എല്ലാ വർഷവും. ഞങ്ങൾ കഴിഞ്ഞ വർഷം സപ്രസ് ചെയ്യുകയും ചെയ്ത് ഇത് എങ്ങനെ കൂടുതൽ കടിപ്പിക്കാം, ആളുകളെ ഈ തെരുവുനായികൾക്ക് എതിരെ എങ്ങനെ തിരിപ്പിക്കാം എന്ന് ആദ്യം തുടങ്ങി വെച്ച് മന്ത്രി MP രാജേഷാണ് 1-2 മാസം മുമ്പ് ഇദ്ദേഹം ഒരു പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. തെരുവുനായികളെ കൊല്ലാനായിട്ട് ഞങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിനെ ഞങ്ങൾ സമീപിക്കാൻ പോകുന്നു. തൊട്ടു പറയുന്നു നമ്മുടെ ബിജു പ്രഭാകർ, മുൻ കേരള മെഡിക്കൽ കോർപ്പറേഷന്റെ MD ആയിരുന്ന ആളാണ്. ഈ അടുത്ത അനൗൺസ്മെന്റ് കൊടുത്തു തെരുവുനായകളെ കുടിക്കിട്ടു കൊടുക്കണം. ഇതൊന്നും ഇവര് ഈ MP രാജേഷ് കേന്ദ്രത്തെ സമീപിച്ചിരുന്നു? ഇല്ല, മിണ്ടിയില്ല. അതായത് പ്രകോപനം, ഒരു സമൂഹത്തിൽ പ്രകോപനം സൃഷ്ടിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് MP രാജേഷ് 1.5 മാസം മുമ്പ് പറഞ്ഞിട്ട് കേന്ദ്രത്തെ സമീപിക്കാന്ന് ഇവരുടെ ഈ കണ്ണൂർ കോർപ്പറേഷനും പോയിട്ട് സുപ്രീം കോടതിയിലേക്ക് ആക്കി ഓടിക്കുക ചെയ്തത്? അവിടെ ചെന്ന് ABC കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ട് വിടുക ചെയ്ത് ഇവിടുത്തെ LSP കോഴിക്കോട് കോർപ്പറേഷൻ, കോട്ടയം കോർപ്പറേഷൻ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് ഈ നായ എന്ന് പറയുന്നത് ഒരു പൊന്മുട്ട ഇടുന്ന താറാവാണ്. അതായത് വാക്സിൻ കമ്പനികൾ 20-25 കോടി രൂപയാണ് ഇവിടെ ലാഭമുണ്ടാക്കുന്നത്. ലാഭമല്ല, ഇത് കേരള സർക്കാർ പർച്ചേസ് ചെയ്യുന്നത് ഈ വാക്സിൻ കമ്പനികളിൽ നിന്ന്. ഈ വാക്സിൻ ഉപയോഗിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നായകൾ കടിക്കണം. ചുമ്മാ നായകൾ കടിക്കില്ല, കടിപ്പിക്കുക എന്നുള്ള ഒരു ഇതാണ്. എന്തിനാണ് MP രാജേഷ് 1.5 മാസം മുമ്പ് ഈ ഇങ്ങനെ പ്രകോപനം തുടങ്ങിയതിനു ശേഷം ആദ്യത്തെ കടി വരുന്നത് മലപ്പുറത്ത്, അതിനുശേഷം വരുന്നത് പത്തനംതിട്ട, അതിനുശേഷം കൊല്ലം, ഇവിടെയൊക്കെ 3-4 പേര് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ വാക്സിൻ എടുത്ത് അതിനകത്ത് രണ്ട് നായകൾ തെരുവുനായ ആയിരുന്നില്ല, 2 നായകൾ വീട്ടിലെ വളർത്തുന്ന നായകളായിരുന്നു. വാക്സിൻ എടുത്തവർ തന്നെ മരണപ്പെടുന്നു. അപ്പൊ ഇതിന്റെ കണക്കുകൾ ചോദിച്ചു കഴിയുമ്പോൾ കേരള സർക്കാർ വിവരാവകാശ പ്രകാരം തന്നിരിക്കുന്ന രേഖകളിൽ 2024 പേവിഷബാധയായിട്ട് പട്ടികടിയിൽ മരിച്ചിരിക്കുന്നത് 26 അതേസമയം ലോകസഭയിൽ ഹൈബി ഈഡനും സമദാനിക്കും കൊടുത്തിരിക്കുന്ന മറുപടിയിൽ 2024 3 പേരാണ് കേരളത്തിൽ മരിച്ചിരിക്കുന്നത്. അതായത് ഇവിടുത്തെ കണക്കിൽ 26 സെൻട്രൽ ഗവൺമെന്റിന്റെ കണക്കിൽ അത് ഇവർ കൊടുക്കുന്ന കണക്കാണല്ലോ, അത് 3 2023 25 പേര് ഇവിടെ മരിച്ചു എന്ന് പറയുമ്പോൾ ലോക്സഭയിൽ വെച്ചിരിക്കുന്ന മറുപടിയിൽ ഒരാളുള്ളൂ. 22 ഇവിടെ 27 പേര് മരിച്ചു എന്ന് പറയുമ്പോൾ ലോക്സഭയിൽ വെച്ചിരിക്കുന്ന കണക്ക് പ്രകാരം
പൂജ്യമാണ്. ഹൈബി ഈഡനും സമദാനിയും എക്കും ഏപ്രിൽ 1, 2025 കൊടുത്തിരിക്കുന്ന മറുപടി. എന്തിനാണ് ഇവർ ഈ കള്ളക്കളി നടത്തുന്നത്? അതായത് ഇവിടെ കൂടുതൽ പേര് പട്ടികടിച്ച് മരിക്കുന്നു. എവിടെയാണ് മരിക്കും? നിങ്ങളൊരു ആന മരിച്ചിരിക്കുക, ഒരു ആന കുത്തിക്കൊന്ന ആളുകളുടെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി കൃത്യമായിട്ട് കിട്ടും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.